സ്വാഗതം. നമുക്ക് സംസാരിക്കാം. ഇന്നിപ്പോ നമ്മളുടെ സ്വാതന്ത്ര്യ ദിനാണല്ലോ. 77 വർഷം കഴിഞ്ഞു. പക്ഷെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിച്ചാലും സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എങ്ങനെയാണ് ശരിക്കും അല്ലേ? സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാല് ഒരു സാധാരണ ഒരു വീട്ടമ്മമാര് ഒക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടല്ലോ സ്ത്രീകളുടെ. അതിനെ കുറിച്ച് പെണ്ണ് ജാതികളുടെ മൊത്തം പറയേണ്ടി വരും. സ്ത്രീ വന്നിട്ട് നമ്മുടെ സമയത്ത് കുറച്ച് വലുതായ ഒരു പെണ്ണ്, അതാണ് പെൺകുട്ടികളുടെ അടക്കം നാരീജനങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ ജനങ്ങളുടെ ഫിമെയിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പൂർണ്ണമായി സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അവസ്ഥ അല്ലെ? അല്ല, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കുറഞ്ഞ എന്താ പറയാ, ചെറിയ കുട്ടികൾക്കും കൂടി ഉണ്ടല്ലോ, അവർക്കും ഉണ്ടല്ലോ ഒരു സ്വാതന്ത്ര്യം അല്ലേ? പക്ഷേ രസമുണ്ടല്ലോ സ്വാതന്ത്ര്യം വെച്ചാൽ എന്താ വെച്ചിട്ട് ഇപ്പൊ കുട്ടികളെ പറയുന്നാല് ഒരു ദേശീയ പതാകയൊക്കെ പിടിച്ചിട്ട് അപ്പൊ അതല്ലേ സ്വാതന്ത്ര്യദിനം ചോദിക്കുന്ന അത്തരത്തിലേക്ക് നമ്മുടെ ചിന്ത പുതിയ തലമുറയുടെയെങ്കിലും ചിന്ത സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ കൊടിയും പിടിച്ചു പോകുന്ന ഒരു ദിനം എന്നുള്ള രീതിയിലേക്കാണ് പോയിട്ടുള്ളത്. ഉണ്ടാവും കാരണം അങ്ങനെ അതെന്താ അറിയില്ല. പക്ഷെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എപ്പോഴും പൂർണ്ണമായിട്ട് സ്ത്രീക്ക് സ്വാതന്ത്ര്യം എന്നുള്ളത് കിട്ടിയമാതിരി തോന്നുന്നുണ്ടോ? എന്താ പുഷ്പയ്ക്ക് തോന്നുന്നത്? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ഒരു ആപേക്ഷികമാണ്. സ്ത്രീകളെ ഇപ്പം എല്ലാ സ്ത്രീകളെയും ഒന്നിച്ച് നമുക്ക് പറയാൻ വയ്യ. നന്നായിട്ട് സ്വാതന്ത്ര്യം ആഘോഷിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ത്രീകൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ ഒരു തുള്ളി പോലും സ്വാതന്ത്ര്യം ലഭിക്കാതെ ഒരു ഇരുട്ടറേൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയാ അവനവൻ സൃഷ്ടിക്കുന്ന ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ കഴിയുന്ന സ്ത്രീകളുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് നമ്മൾ ജീവിച്ചു പോകുന്ന വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് ആദ്യം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടേണ്ടത്. പുരുഷനോടൊപ്പം തുല്യത അല്ല ഉദ്ദേശിക്കുന്നത്, പുരുഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അങ്ങനെ പുരുഷൻ നമുക്ക് ഔദാര്യമായിട്ട് തരേണ്ട ഒരു സാധനമല്ല. ചില ഭർത്താക്കന്മാര് പറയും ഞാൻ എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അതെ, ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ സ്ത്രീക്ക് ഇത്ര സ്വാതന്ത്ര്യം പുരുഷൻ ഇത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കൃത്യമായിട്ട് കണക്കാക്കപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പൊ അത് പുരുഷൻ തരേണ്ടതോ അല്ലെങ്കിൽ പിന്നെ സ്ത്രീ പുരുഷന് കൊടുക്കേണ്ടതോ സ്ത്രീ നമുക്ക് തന്നെ പോലെ അച്ഛൻ നമുക്ക് മകൾക്ക് കൊടുക്കേണ്ടതോ ഒന്നും ആയിട്ടുള്ള സാധനമില്ല. അത് ഒരു ഹ്യൂമൻ റൈറ്റ് ആണ് അല്ലേ? അല്ല, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ശരിക്കും അവർക്ക് ശരിക്കും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലുള്ള സ്വാതന്ത്ര്യം അവർ ആവശ്യപ്പെടുന്നുള്ളൂ. സത്യത്തിൽ ആലോചിച്ചു കഴിഞ്ഞാൽ അല്ലേ, വലിയ വലിയ സ്വാതന്ത്ര്യങ്ങളൊന്നും അല്ല അവര് പറയണത്. പറഞ്ഞാല് കുറെ പേരെങ്കിലും സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ അസ്വാതന്ത്ര്യത്തിൽ നിന്ന് പൊട്ടിച്ച് അതൊരു രക്ഷപ്പെടലും കൂടി ആയിരിക്കും. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പുരുഷൻ പിന്നെ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആ വീട്ടിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് 90% സ്ത്രീക്ക് സാധ്യമാവുന്നില്ല എന്നുള്ള ഇത് ഉറപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കാര്യം 100% ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കണമെങ്കിൽ വലിയൊരു പിന്നെ മതില് നമ്മൾ പൊളിച്ചു ചാടണം. നമുക്കത് ആഘോഷിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് ആഘോഷം മതിലുകൾക്കുള്ളിലും പുറത്തുമൊക്കെ അവർ ആഘോഷിക്കുകയാണ്. ആരോടും ചോദിക്കില്ല. സ്വതന്ത്രരാകും അവരെല്ലാവരും. നമുക്കൊന്ന് ഉറക്കെ പറയണമെങ്കിൽ ഉറക്കെ ചിരിക്കണമെങ്കിൽ പോലും നമ്മൾ ആരുടെയോ സ്വാതന്ത്ര്യം പിന്നെ ആവശ്യപ്പെടുന്നത് പോലെ വാക്കുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നീ ഉറക്കെ ചിരിച്ചാൽ എന്താവും അവർക്ക് അറിയാം എന്നുള്ളൊരു അസ്വാതന്ത്ര്യ ചിന്ത നമ്മുടെ മനസ്സില് ഇല്ലേ? പിന്നെ ചില വിഭാഗം സ്ത്രീകൾക്ക് ഈ സ്വാതന്ത്ര്യം വേണം എന്നുള്ള ഒരു ചിന്ത അവര് മാറ്റി വെച്ചതുപോലെ തോന്നുന്നത്. മറ്റാർക്കോ വേണ്ടിയിട്ട് ശരിക്കും ഒരു ഉള്ളിൽ ഉണ്ടായിരിക്കും ഒരു നമുക്കിഷ്ടമുള്ള വേഷങ്ങൾ ഇടണം എന്നൊക്കെ ഉള്ളതല്ലേ ശരിക്കും. എന്ന് വെച്ചാൽ വൾഗറായിട്ടുള്ള വേഷം ഇടുക എന്നുള്ളതല്ല, ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏതെങ്കിലും ഒരു ആഘോഷത്തിനൊക്കെ നമ്മൾ കുടുംബം ഒരുമിച്ച് പോണ സമയത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കുടുംബനാഥനും ഒരു അഭിപ്രായം ഉണ്ടാവും, മക്കൾക്കും വേറെ അയ്യോ അമ്മ എന്തിനാ ഈ ഡ്രസ്സ് ഇട്ട്, അമ്മക്ക് ഇത്ര പ്രായമായില്ലേ എന്തിനാ ആ ഡ്രസ്സ് ഇട്ടത്, അമ്മക്ക് സാരി എടുത്താ പോരെ എന്നൊക്കെ പറയുന്നവരുണ്ട്. അല്ല, നമ്മളിപ്പോ യൂട്യൂബിൽ കാണുന്നുണ്ട്. കാരണം എന്താ അറിയോ, ഇപ്പൊ ഒരു ഏജ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അപ്പൊ എന്താ കിളവിയായില്ലേ ഒരു ഹീറോയിൻ നമ്മുടെ മലയാള സിനിമയിലെ നടിമാരെ കുറിച്ച് പറയുന്നുണ്ടേ. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോ വീട്ടിൽ എന്താ കിളവി കാണിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട് ആളുകൾ. എല്ലാത്തിനും ഒരു ലിമിറ്റാണ്. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉറച്ചു പോയ കാര്യമാണ്. പ്രത്യേകിച്ച് അമ്മ എന്ന് പറയുമ്പോൾ സാരി കൊടുത്ത് അല്ലെങ്കിൽ മുടിയൊക്കെ മടഞ്ഞു കെട്ടി അവർക്കിപ്പോ ബോബ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മിഡിയും ടോപ്പ് ഇടാൻ അവർക്ക് അവരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടാവും. ഇന്നത്തെ തലമുറയിൽ നമ്മുടെ അമ്മമ്മയുടെ കാലാണെങ്കിൽ അവരങ്ങനെ, കാരണം അവർക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ ഉണ്ടെങ്കിൽ മുടിയൊക്കെ ബോബി ചെയ്ത് ഒരു ചുരിദാറെങ്കിലും മിനിമം ഇട്ട് യാത്ര പോകാനൊക്കെ. അപ്പൊ എന്നിട്ട് അമ്മയൊക്കെ സംബന്ധിച്ചാൽ അമ്മയ്ക്കൊന്നും അത്ര ചിന്തകളെ ഉണ്ട്. ഒരു യാത്രയായിട്ട് പോലും എനിക്കൊക്കെ സങ്കടമാണ്. അവരുടെയൊക്കെ ജീവിതം
അങ്ങനെ ആഘോഷിച്ചത്. ഒരുപക്ഷെ കേരളത്തിന് പുറത്തേക്ക് പോലും പോയിട്ടുണ്ടാവില്ല. അതെ. ജില്ലക്ക് പുറത്തേക്ക് പോവാത്ത സ്ത്രീകളുണ്ടല്ലോ അല്ലേ? ഇപ്പൊ പലരും ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ള പല പെൺകുട്ടികളും അത് പറയുന്നുണ്ട്. അവരെ അമ്മയെ കുറിച്ച് അവർ പറയുന്നുണ്ട്, എന്റെ അമ്മയൊന്നും ഒന്നും സാധിച്ചില്ലല്ലോ, അങ്ങനെ ഒരു രീതിയിൽ ജീവിക്കാൻ പറ്റിയില്ലല്ലോ, എനിക്ക് എന്റെ അമ്മയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നൊക്കെ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കോവർക്കേഴ്സ് ഒക്കെ. അമ്മയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പൊ ഞങ്ങൾക്ക് സങ്കടം തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ടീനേജ് പിള്ളേർ അല്ലെങ്കിൽ കല്യാണപ്രായമായ കുട്ടികൾ പറയുന്നില്ല കല്യാണം വേണ്ടാന്ന്. എന്തുകൊണ്ടാണ് അച്ഛന്റെ അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ എത്ര അസ്വാതന്ത്ര്യമാണെങ്കിലും അവർ കുറേ സ്വാതന്ത്ര്യം. പക്ഷെ കല്യാണം കഴിക്കുന്നതോടെ ആടിന് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടാണ്. ഇതിൽ ഉത്തരവാദിത്തം മുഴുവൻ അവളെ പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പം കല്യാണം കഴിക്കുന്നതോടെ പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യം ഉത്തരവാദിത്തം കൊടുത്ത് നമുക്ക് സ്വാതന്ത്ര്യം സ്വാഭാവികമായിട്ട് കുറയുമല്ലോ. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനിയിപ്പോ ഈ ഇപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ഈ ചില മതിലുകളൊക്കെ പൊളിച്ചുകൊണ്ട് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് അങ്ങോട്ട് ചാടി എന്ന് വിചാരിക്കാം. പക്ഷെ അവരെ അത്തരം പെൺകുട്ടികളെ കുറിച്ച് ഭയങ്കരമായിട്ട് അധിക്ഷേപം പറയാനായിട്ട് ഇപ്പുറത്ത് കുറെ ആളുകൾ കെട്ടിയിരിക്കുന്നുണ്ട്. അതിൽ സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ട്. എന്താ അവളൊക്കെ പിന്നെ അവള് പോണ പോക്ക് കണ്ടില്ല. അല്ല യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാലേ ഇപ്പൊ ഈ കമന്റ്സ് വായിക്കാണ് ഇപ്പൊ ഏറ്റവും അത്രയും വൾഗറായിട്ടുള്ള കമന്റ്സ് പറയുന്ന ആളുകളാണ്. നമ്മളൊരു വീഡിയോ കാണുന്നതിന് മുന്നേ കമന്റ്സ് എന്താന്നാ നോക്കണത്. ആ കമന്റ് പറയുന്ന ആള് ഒരു പക്ഷേ വേദിയിൽ ഈ ആദർശം വളർത്തുന്നവരായിരിക്കും. അത് അവനവന്റെ ഭാര്യ ഐഡി മറച്ചു വെച്ചിട്ടാണ് ഈ കമന്റ്സ് മുഴുവൻ ഐഡി മറച്ചു വെച്ചിട്ടാണ്. അതാണ് ശരിക്കും ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ടാണ്, സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ടാണ് അവർ കമന്റ് ഇടുന്നത്. പുറത്ത് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഉറക്കെ പറയുന്നതും പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യം, അവിടെ അമ്മയും ഭാര്യയും പെൺമക്കളും ഒക്കെ പെണ്ണാണ് എന്നുള്ള ചിന്ത അവർക്ക് ആ സമയം വരുന്നില്ല. അവര് പറയാൻ മറ്റുണ്ടോ അല്ലാതെ ആദർശ അടുക്കള വേവില്ല എന്നുള്ളത് ഈ കാര്യത്തിൽ ഉറപ്പാണ്. ജലജ ടീച്ചർക്ക് എന്താ അറിയോ, ടീച്ചർ ആയതുകൊണ്ട് കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ട് പറയാലോ. എങ്ങനെയാണ് കുട്ടികളുടെ സ്വാതന്ത്ര്യം ശരിക്കും? ഇപ്പൊ കുട്ടികളുടെ സ്വാതന്ത്ര്യം അവർ പരമാവധി നമ്മുടെ അവകാശം എന്നുള്ള പോലെ അനുഭവിക്കുകയാണ് ക്ലാസ്സിലാണെങ്കിൽ. കാരണം പണ്ടത്തെ ഒരു ഗുരുശിഷ്യ ബന്ധമല്ല, ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻ അല്ല. നമുക്ക് കുറേയൊക്കെ അവരുടെ കൂടെ നിൽക്കാനേ പറ്റുന്നുള്ളൂ. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയങ്ങളും അല്ലെങ്കിൽ സമൂഹത്തിന് നമ്മളോടുള്ള അല്ലെങ്കിൽ പാരന്റ്സിന് നമ്മളോടുള്ള ചില കൺസെപ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതുകൂടി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ പെരുമാറുന്നത്. ക്ലാസ്സിലവർക്ക് എന്തും ചെയ്യാമെന്നല്ലെങ്കിലും ചില അമിത സ്വാതന്ത്ര്യങ്ങൾ അവര് പ്രയോഗിക്കുന്നുണ്ട്. ചെറിയ ക്ലാസ്സിനെ സംബന്ധിച്ച് അത് അമിതമാണെങ്കിലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും. വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ ആ അമിത സ്വാതന്ത്ര്യം തെറ്റായ രീതിയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അക്കാദമിക്കലി കുട്ടികൾക്ക് ഇപ്പൊ സ്വാതന്ത്ര്യം കുറച്ച് കിട്ടിയിരിക്കുകയാണ് അല്ലേ? ഇപ്പൊ കുട്ടികൾക്ക് ഏതും അവനെനിക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം. കലയാണെങ്കിൽ പാട്ടാണെങ്കിൽ അങ്ങനെ, ഡാൻസ് ആണെങ്കിൽ അങ്ങനെ. പണ്ട് അത്രയ്ക്കും ഒരു ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് അല്ലേ? അല്ല ഇപ്പോഴും തോന്നുന്നു അങ്ങനെ കുട്ടികളെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഇതിലേക്കൊന്നും അല്ല. എനിക്ക് എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഞാൻ പറയാട്ടോ, ശരിക്കും ആ ഒരു ഫാമിലിക്ക് തന്നെ, ഫാമിലി കുട്ടി ജനിച്ചു വീഴുമ്പോഴേ ഒരു ഇതോട് കൂടിയാണ് ഒരു ഉണ്ടാവണത്. എന്താക്കണം എന്നുള്ളത്. അത് പിന്നെ ഒരു 4 ആൾക്കാരോട് അതിങ്ങനെ പറയാന്ന് പറയുന്നതിലും വലിയ ആനന്ദം കണ്ടെത്തുന്നത്. എന്റെ കുട്ടി അങ്ങനെയാണ്, അവന് മലയാളം വായിക്കാനേ അറിയില്ല എന്നൊക്കെ പറയുന്നത് ഒരു വലിയ അന്തസ്സായിട്ട് പറയുന്നവരുണ്ട്. അവനെല്ലാം എന്നിട്ട് ഈ 4 ആള് കൂടുമ്പോ അവരെ മുന്നിൽ നിന്ന് ഇംഗ്ലീഷിൽ സംസാരിപ്പിക്കുക. അപ്പൊ ചെറിയ കുട്ടിയാ, UKG അങ്ങോട്ട് പഠിക്കുന്ന കുട്ടിയാ. ആ കുട്ടി ഒരു ദിവസം ഈ അമ്മേന്റെ അടുത്ത് പറയാം, അമ്മയെ എനിക്ക് ഹംഗറി വരുന്നു, ഹംഗറി. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വല്ലാത്ത സങ്കടം തോന്നിക്കുന്നു. ഹംഗറി വരുന്നു എന്ന് പറയുമ്പോ ഈ അമ്മ തിരിച്ചു അങ്ങോട്ട് പറയണത് തന്നെയാണ്, ഞാൻ എനിക്ക് ഇപ്പഴല്ലേ പിന്നെ ഫുഡ് തന്നത്, എന്നിട്ട് പെട്ടെന്ന് നമുക്ക് ഇത്ര പെട്ടെന്ന് ഹംഗറി വന്നോ എന്ന് ചോദിച്ചിട്ട് അമ്മ അതുപോലെയാണ് അങ്ങോട്ട് സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് വെച്ചാല് അവരൊക്കെ ആ ഒരു പറഞ്ഞ ഒരു ജനറേഷൻ വേറെയാണ്. അവിടെ ചെന്നിട്ട് നിങ്ങൾ എന്താ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കുമ്പോ പണ്ടായിരുന്നു സ്വാതന്ത്ര്യം. ഒന്നില്ലെങ്കിൽ അയലത്തെ വീട്ടിലെ മാവിന്റെ മുകളിൽ നമുക്ക് മാങ്ങ പറിച്ച് തിന്നാനുള്ള സ്വാതന്ത്ര്യം. അപ്പൊ നമ്മൾ ആസ്വദിച്ച സ്വാതന്ത്ര്യമാണ്. നമ്മള് ബാല്യകാലത്തിലെ സ്വാതന്ത്ര്യം നമ്മൾ ആസ്വദിച്ചു. അതെ അതെ. ഇന്നത്തെ കുട്ടികൾക്ക് അതില്ല. ഇപ്പൊ പുഷ്പ പറഞ്ഞ പോലെ കുട്ടികളുടെ പാരന്റ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികളെ വളർത്താൻ 7ാം ക്ലാസ് വരെ പറ്റുള്ളൂ, അല്ലെങ്കിൽ 5ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ക്വിസ് പഠിക്കാനോ ലളിതഗാനം പഠിക്കുക അല്ലെങ്കിൽ ഫുട്ബോളിന് പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 12ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും ഇപ്പൊ മച്ചേർഡ് ആവുമല്ലോ. അപ്പൊ അതിന്റെ ഒരു
ഇത് ഇപ്പൊ സ്കൂളുകളിലും കാണാറുണ്ട്. അമ്മ അച്ഛനും പറഞ്ഞ അങ്ങനെ അനുസരിച്ചോടുന്നില്ല. നമ്മളൊക്കെ കെട്ടിച്ചു വിടുന്നത് വരെ അച്ഛൻ്റെ അമ്മേന്റെയും അനുസരണയിൽ തന്നെ ആയിരുന്നു. ഇന്ന് അതൊന്നും പറ്റില്ല. അവിടെ അവര് നല്ല സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട്. ഞാൻ പോലെ അല്ല, അതിനെ കുറിച്ച് കൂടുതൽ ടീച്ചർക്ക് തന്നെയാണ് പറയാൻ കഴിയുക. അല്ല, ഇപ്പൊ നമ്മളെ വീട്ടിൽ കുട്ടി വന്നു കഴിഞ്ഞാല് ആ കുട്ടിക്ക് എടുത്ത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഒരു പക്ഷെ നമ്മളെന്തെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിലേ മോനെ ഡോണ്ടു എന്ന് പറയണ മാതിരി എന്താണ് ഡാൻസ് അല്ലെങ്കിൽ എന്താണ് ഡൂസ് എന്നുള്ളത് നമുക്ക് സമൂഹത്തിനുള്ളിൽ എന്താണ് നമ്മൾ കുട്ടികളോട്, പ്രത്യേകിച്ച് വലിയ കുട്ടികളോട് നമ്മൾ പറയുന്നത് നല്ലോണം ആലോചിക്കണം. കാരണം സ്വാതന്ത്ര്യത്തിന്റെ ഒരുവിധം വിദ്യാഭ്യാസം ഉള്ള കുട്ടികൾക്ക് എന്താണ് സ്വാതന്ത്ര്യം എന്ന് നന്നായിട്ട് അറിയുന്ന കുട്ടികളുണ്ട്. അവരുടെ മുമ്പില് നമ്മള് പലപ്പോഴും പിന്നോട്ട് പോവാറുണ്ട്. അവര് ശരിയാണ്. ഇപ്പോഴത്തെ കുട്ടികള് യങ്സ്റ്റേഴ്സ് വളരെ ഫോർവേഡ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. ചിലപ്പോൾ എനിക്കൊക്കെ കൊതിയാവും. നമ്മുടെ 3 കാലത്തിലും ജീവിച്ചിട്ടുണ്ടെങ്കിലും അവരനുഭവിക്കുന്നതാണ് കുറച്ചുകൂടി സ്വാതന്ത്ര്യം. ചില കാര്യങ്ങളിൽ തോന്നുന്നു ഇപ്പോഴാണ് സ്വാതന്ത്ര്യം അല്ലേ. ഇപ്പൊ പണ്ടാണെങ്കിലും അതെ, അതാ ഞാൻ പറഞ്ഞത്. പണ്ടാണെങ്കിൽ ഇപ്പൊ ഒരു കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാല് നമ്മള് പിന്നെ കാണുന്നത് കല്യാണത്തിനാണ്. അല്ല, ഈ കാണാൻ വന്ന പയ്യൻ തന്നെയാണോ കല്യാണത്തിനൊന്ന് വന്നത് പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയില്ല. രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു സ്വാതന്ത്ര്യം വിനാശകരമായിട്ട് സംഭവിക്കണുണ്ട്. അതായത് പെണ്ണ് കാണാൻ വന്ന് എൻഗേജ്മെന്റ് പോലും കഴിയുന്നതിന് മുമ്പ് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണൊക്കെ വാങ്ങി കൊടുത്ത്, ചെക്കൻ പെണ്ണിന് ഫോൺ വാങ്ങി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് എൻഗേജ്മെന്റ് അടിച്ചു പിരിഞ്ഞു പോണവരുണ്ട്. അതിപ്പോ ഒരു ഫോട്ടോഗ്രാഫർ പറഞ്ഞ കാര്യം ആലോചിക്കണേ. ഇപ്പൊ കല്യാണത്തിനൊക്കെ 1.5 ലക്ഷം 2 ലക്ഷത്തിന്റെ പാക്കേജ് ആണല്ലോ. അപ്പൊ ഈ ഫോട്ടോഗ്രാഫർ ഫുള്ള് പൈസ വാങ്ങുന്നുണ്ട്. ഇപ്പൊ അഡ്വാൻസിന്റെ പരിപാടിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോ ഒക്കെ ആൽബത്തിൽ അല്ലെങ്കിൽ പിന്നെ ഇതില് കാസറ്റിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ രൂപത്തിലേക്ക് ആക്കുന്നതിന് മുമ്പ് ഇവര് ഡൈവേഴ്സ് ആയി കാണിക്കും. പൈസ തരില്ല. അയാൾക്ക് തീർച്ചയായിട്ടും അപ്പൊ ഇത്രയുള്ള ബന്ധങ്ങളുണ്ട്. അതൊക്കെ അമിത സ്വാതന്ത്ര്യത്തിന്റെ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് കുറവിന്റെ ഒക്കെ ഒരു ഫലമായിട്ടാണ്. ഇത്തരം ദൂഷ്യങ്ങളും ഉണ്ട്. എന്തും പകർച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ളതാണ് സ്വാതന്ത്ര്യം എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് അതൊക്കെ വന്നത്. അല്ല, അതൊരു കണക്കിന് നല്ലതാണെന്നും തോന്നും. കാരണം അത് കല്യാണം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവര് തമ്മിൽ ഇത് ഈ അഭിപ്രായങ്ങളെല്ലാം പറയാനുള്ള ഒരു ചാൻസ് കിട്ടണമെന്ന് വെച്ചാൽ പിന്നെ അതിന്റെ ശേഷമുള്ള ഈ പിരിഞ്ഞു പോക്കുണ്ടാവുക. അതെല്ലാം പക്ഷെ നേരത്തെ പരസ്പരം മനസ്സിലാക്കണത് നല്ലതുമാണ് ഒരു കണക്കിന്. പക്ഷെ എന്താ അറിയോ, കുറെ അടുത്തൊക്കെ അത് ശരിയാവും. ഇപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള പരിപാടി ഇപ്പോഴത്തെ കുട്ടികൾക്കില്ലല്ലോ. ഒന്ന് നോക്കുക, അതൊന്ന് ശരിയാവോ എന്നൊരു നമ്മള് ഒരു സെക്കൻഡ് ചാൻസ് അതിന് അവര് തയ്യാറല്ല. അവർ അപ്പോഴേ അങ്ങോട്ട് പിരിയാണ്. പിന്നെ അത് ചിലപ്പോ ശരിയായിരിക്കും. ആജീവനാന്ത നമ്മൾ ഒരാളെ തന്നെ സഹിക്കേണ്ടി വരിക. അല്ല, അങ്ങനെയല്ല. പഴയ കാലത്ത് ഈ സ്ത്രീകൾ അത്രയും ജോലിയുള്ള ആളുകളായിരുന്നില്ലല്ലോ. ഇപ്പൊ കുട്ടികളൊക്കെ സ്വന്തം കാലം നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ അധ്വാനിക്കുന്നുണ്ട്, പിന്നെ എന്തിനു ഞാനിത് അനുഭവിക്കണം? അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതെ, അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസി ആണ്. അന്നൊക്കെ അങ്ങനെ എല്ലാവരും സഹിച്ചുകൊണ്ട് കുറെ സഹിച്ചുകൊണ്ട് അങ്ങനെ നിന്നിരുന്നു. പിന്നെ പഴയ സ്ത്രീകൾക്കൊന്നും ഞാൻ പറയുമ്പോ അങ്ങനെ ഒരു ഇപ്പൊ നമ്മൾ ചിന്തിക്കണ പോലെയുള്ള വല്ല സ്വാതന്ത്ര്യ ബോധമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അവര് ഭർത്താവിനെ ഇങ്ങനെ ദൈവമായിട്ട് കാണുക, അവരെ അമ്മൂമ്മമാര് അവരെ ആരും പിന്നെ മുൻഗാമികളൊക്കെ ഇങ്ങനെ അനുവർത്തിച്ചു പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ എങ്ങനെ ചെയ്യുക, ഭർത്താവ് എവിടെയും പുറത്ത് പോയിട്ട് വരുമ്പോ വെള്ളം കൊടുക്കുക, കാല് കഴുകാൻ കൊടുക്കുക, എന്നിട്ട് തോർത്ത് കൊണ്ടേ കൊടുക്കുക, ഇങ്ങനെയുള്ള പിന്നെ ഭക്ഷണം കഴിക്കുമ്പോ അവിടെ അടുത്ത് നിൽക്കുക, വിളമ്പി കൊടുക്കുക. ഇല്ലല്ല, അപ്പൊ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി കുറച്ചേല് ബാക്കിയാക്കി വെക്കുക. അതും കൂടി കഴിച്ചാലേ ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം തോന്നിയിട്ടില്ല. നമ്മൾക്കാണെങ്കിൽ അത് എച്ചിലാണ് കുട്ടികളൊന്നും അമ്മ കഴിച്ചാൽ അതാണെങ്കിൽ അമ്മ ഒരുക്കി കൊടുക്കുന്ന തന്നെ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ കൈ കഴുകിയോ എന്ന് ചോദിക്കുന്ന ഒരു രീതി. പക്ഷെ ഈ സ്വാതന്ത്ര്യമൊക്കെ ഇപ്പൊ ഉണ്ടായാലും അതിനനുസരിച്ച് ഒരു ധൈര്യപൂർവ്വം കുട്ടികൾ പെരുമാറുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ കുട്ടികൾ ആത്മഹത്യ ചെയ്യണത് അല്ലേ. ഇപ്പൊ ഒരു ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുള്ള സമയത്ത് ഇല്ലെങ്കിൽ അത്രയും സഹിക്കാൻ വയ്യാത്ത ഇപ്പൊ വിസ്മയ പോലത്തെ കുട്ടികളൊക്കെ അല്ലേ, ആ കുട്ടികളൊക്കെ ശരിക്കും എന്താ പറയാ ഒരു തന്റെ ഇടം ഉണ്ടായിരുന്നെങ്കിൽ ജീവിതം ഹോമിക്കേണ്ട അതെ അതുണ്ട്. അത് വീട്ടുകാരുടെ അപ്പം വീട്ടുകാരെ അങ്ങനെ നമ്മള് മാനക്കേട്ട് ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് സഫർ ചെയ്യാണ്. കാരണം കുട്ടികൾക്ക് ഇപ്പോഴേ പിന്നെ സ്വന്തം കാലം നിൽക്കാം. കാരണം എല്ലാവരും ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാരല്ലേ. അപ്പൊ അവർക്ക് എങ്ങനെയും ജീവിക്കാൻ ഒരു കിട്ടുമല്ലോ, എന്തെങ്കിലും ഒരു ജോലി തൊഴിലായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പ്രാപ്തിയുള്ള കുട്ടികളാണല്ലോ ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾ. അപ്പൊ ശരിക്കും കുട്ടികൾ ഈ ആത്മഹത്യക്കൊന്നും പോകാൻ പാടില്ല ശരിക്കും അല്ലേ.
അത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ വളർത്ത് ദോഷം തന്നെ പറയാം. ഒന്നിനോടും നമ്മൾ ആര്യത്ത് പറയുന്നില്ല. എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അംഗീകരിച്ചുകൊള്ളുക. ഒരു ചെറിയ കാര്യത്തിന് പോലും നമ്മൾ, അല്ലെങ്കിൽ എത്ര വലിയ കാര്യത്തിന് പോലും ഒരു ചെറിയ ശിക്ഷ പോലും നമ്മൾ കൊടുക്കുന്നില്ല. ഇപ്പോൾ ഹോർലിക്സ് കുടിക്കാൻ നിർബന്ധിച്ചതിന്റെ പേരില് കുട്ടി പോയി 4ാം ക്ലാസ്സിലെ കുട്ടി പോയിട്ട് ആത്മഹത്യ ചെയ്ത വിവരം വാർത്തയിൽ വായിച്ചില്ലേ? അപ്പൊ അതെന്തുകൊണ്ടാണെന്നുള്ളതാണ്. ചില നിയന്ത്രണങ്ങൾ ചില പ്രായത്തിൽ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും തീർച്ചയായിട്ടും, വീട് കഴിഞ്ഞാൽ പിന്നെ സ്കൂളാണല്ലോ, കുട്ടികളെ ശരിക്ക് കൊണ്ടുപോകാനല്ല. ആ ഒരു അവസരം നമ്മൾക്കും പലപ്പോഴും ഭയപ്പെട്ട് നമ്മളിപ്പോ ചെയ്യാറില്ല എന്നുള്ളതാണ്. എന്നാലും സ്വാതന്ത്ര്യത്തിന്റെ പുതിയൊരു പ്രഭാതം ഇനി മുതൽ എന്തെങ്കിലും മാറ്റങ്ങളോടൊക്കെ പുതിയ തലമുറ കാണുന്നു വിചാരിക്കുക അല്ലേ? അതെ, ശരിയായ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിപ്പെടുന്നു വിചാരിക്കുക. പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇത്രയും ചർച്ച ചെയ്തതിന്റെ ഒരു വെളിച്ചത്തിൽ ഞാൻ ചോദിക്കാം, ശരിക്കും നമ്മളെ ഒരു പേഴ്സണലി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം എന്നുള്ളതാണ് മീരയുടെ ഒരു അഭിപ്രായം? എന്റെ ഒരു അഭിപ്രായം, നമ്മൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം. ഒഴിവാക്കുകയും നമ്മൾ ചെയ്യേണ്ടതായിട്ട് കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ നമുക്ക് മാനസിക ഉല്ലാസം തരുന്ന, സന്തോഷം സംതൃപ്തി തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരു തടസ്സമായിട്ട് മറ്റാരെങ്കിലും നിൽക്കുവോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചില വ്യക്തികൾ നമുക്ക് തടസ്സമായി നിൽക്കുമ്പോഴാണ്, നമ്മൾ സാഹചര്യം അതിന് തടസ്സമായി നിന്നാൽ നമുക്ക് അത്രയ്ക്ക് സങ്കടം വരില്ല. പക്ഷെ ചില വ്യക്തികള് അല്ലെങ്കിൽ സമൂഹം ഒക്കെ നമുക്ക് തടസ്സമായിട്ട് സ്വാതന്ത്ര്യത്തെ നമുക്ക് മേല് കർശനമായിട്ട് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അതെ അല്ലെ? നമ്മള് പറയണേ ഒരു സ്ഥലത്തേക്ക് പോകണ്ടെന്ന് തോന്നണത് നമുക്ക് തോന്നണം പോകണ്ടെന്ന്. അതെ, ഇപ്പൊ നമ്മള് പോണില്ലാന്ന് വെക്കാം, അല്ലാതെ മറ്റൊരാള് നമ്മളെ നിർബന്ധിച്ചിട്ട് പോവരുത്. എല്ലാവരും പറയുന്നത് നമുക്ക് കേൾക്കാം, എന്നിട്ട് അതൊന്ന് എന്തെടുക്കണം എന്നുള്ളത് അത് തീരുമാനിക്കാനുള്ള പോവരുത് എന്ന് പറയുന്നിടത്ത് അതിന് അത്രയും കറക്റ്റ് ആയിട്ടുള്ള ഒരു കാരണം വേണം. എന്തെങ്കിലും ഒരു ഇതുണ്ട്, അതുകൊണ്ട് നീ അവിടെ പോകരുത് എന്ന് പറയാം, അല്ലെങ്കിൽ നീ അത് ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ പിന്നിൽ അത്രയും റിലയബിൾ ആയിട്ടുള്ള ഒരു കാരണം വേണം. എന്നാ പിന്നെ കുഴപ്പമില്ല. അതല്ലാതെ ഈ പറയുന്ന ആളുടെ ഒരു വാശിപ്പുറത്ത് വെറുതെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് നമുക്ക് അസ്വാതന്ത്ര്യം പറയുന്നത്. നമ്മൾ ഒരിക്കലും ഒരു പത്നി പതിയോട് പറയില്ല ചോദിക്കില്ല ഞാൻ പോട്ടെ അല്ലെങ്കിൽ ചെയ്യട്ടെ എന്ന്. സ്ത്രീകളോട് പലപ്പോഴും ഞാൻ പോവാണ് എന്ന് പറയുള്ളൂ, നമ്മൾ പോട്ടെ പോട്ടെ എന്ന് ചോദിക്കുന്നു. അതൊരു എന്താ പറയാ, പത്നീവ്രതനല്ല ആരും, എല്ലാരും പതിവ്രതയാണ്. സത്യത്തിൽ ആ ഒരു ചോദ്യം നമ്മൾ നിർത്തുക, അതാണ് അതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. പോട്ടെ എന്ന് ചോദിക്കരുത്, പോവാണെന്ന് പറയാ. ഞാനൊക്കെ ചെറുപ്പം തൊട്ടേ വീട്ടിൽ നിന്ന് അങ്ങനെയാണ്. അതിപ്പോ അന്നിപ്പോ ഈ സ്വാതന്ത്ര്യബോധത്തെ കുറിച്ച് വല്ല അറിവുണ്ടായിട്ടൊന്നുമല്ല. അതെന്റെ ഒരു നേച്ചുറലി ഉള്ള ഒരു സംഭവമാണ്. അതിനുള്ള ഒരു അനുവാദം നമുക്ക് ഇല്ലാതെ വരുമ്പോ നമ്മളല്ലാതെ ആയി പോവാണ് ശരിക്കും, അല്ലേ? നമ്മളെ ബേസിക്കലി നമുക്കുള്ള സ്വഭാവങ്ങൾ ഉണ്ടല്ലോ, നമ്മള് ജനിച്ചു വരുമ്പോ തന്നെ അതുണ്ട്. ആ അടിച്ചമർത്തൽ ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ പോണതനുസരിച്ച് നമ്മളെ സ്വഭാവം ഇങ്ങനെ രൂപീകരിക്കും. നമ്മള് കുട്ടികളോടാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ അത് ചെയ്യരുതെന്ന് പറയുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു ഇത് കൂടെ ചെയ്യാ കുട്ടികൾക്ക്. അതുപോലെ തന്നെയാണ് വ്യക്തികളും വലിയ ആളുകളും, അല്ലെ? അപ്പൊ ഇന്നത്തെ സ്വാതന്ത്ര്യത്തിന്റെ സംസാരം നമുക്ക് ഇവിടെ അത് പറഞ്ഞാൽ തീരില്ല. അതെ, ഇതൊന്നിപ്പോ നമ്മള് മൂന്നുപേരും പറഞ്ഞതെന്ന് വളരെ വിഭിന്നമായിട്ടുള്ള അഭിപ്രായമുള്ളവരുണ്ടാവും. പിന്നെ ചിലപ്പോ ഒരു പക്ഷെ നമ്മൾ ഈ പറഞ്ഞതൊന്നും ഇതല്ലാത്ത കാര്യങ്ങളായിരിക്കാം. പക്ഷെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോയി, അല്ലേ? അതെ അതെ, അത്രയും കാര്യങ്ങൾ നമ്മളെ ഉള്ളിൽ ഉണ്ടായിരുന്നല്ലോ. അല്ല, നമുക്ക് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം തന്നെ ഒരു വലിയ സ്വാതന്ത്ര്യം. ഞാൻ പറഞ്ഞേ, അത് ഒരുപക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യമായിരിക്കും ഏറ്റവും വലിയത്. അതെ, അത് മറ്റുള്ളവരെ അംഗീകരിക്കാൻ ഈ കേട്ടിട്ടുണ്ടെങ്കിലല്ലേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യത്തെ ഒരു സന്തോഷം വരും. അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, അഭിപ്രായ പ്രകടനം. ശരി. അപ്പം നമ്മളിപ്പോ ഈ ഒരു ഏജിലുള്ള നമ്മള് മൂന്ന് പേര് ഇവിടെ ഇരുന്ന് വളരെ സ്വതന്ത്രമായിട്ട് നമ്മൾ സംസാരിക്കുന്നു. നമ്മളെ തടയാൻ ആരുമില്ല. അല്ല, ഈ ഇരിക്കുന്നത് നമ്മൾക്ക് വേണമെങ്കിൽ രാത്രി ഇനിയിപ്പോ 10 മണി വരെ വേണേലും നമുക്ക് ഇരിക്കാം. അത് വലിയൊരു സ്വാതന്ത്ര്യം തന്നെയാണ്. സ്വാതന്ത്ര്യം. അപ്പൊ ഈ ഒരു സ്വാതന്ത്ര്യ സംഭാഷണം നമുക്ക് ഇവിടെ നിർത്താം, അല്ലേ? അതെ അതെ, എല്ലാവർക്കും നന്ദി.